ഹായ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമല്ലോ, അപ്പോൾ ചായക്ക് കടിയായിട്ട് ഞാൻ ചിലപ്പോൾ ഇതേപോലെ ചെറുപയർ വേവിച്ചത് തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് പയർ ഉണ്ടല്ലോ, മമ്പയർ ശർക്കര ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇടയ്ക്ക് ഇട്ടല്ല എന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതില്ല. ഇത് നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്നാൾ പായസം ഉണ്ടാക്കാൻ കൊടുക്കുന്നതിനാൽ സേമി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം ഇനി ആ സേമി ഒന്ന് ചേർത്ത് ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സേമി തട്ടാൻ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ സേമിയൊക്കെ വെന്തിക്കണ്. വീഡിയോ എടുക്കണത് കണ്ട അപ്പം വരും ജനമോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ. പിന്നെ 2 ഏലക്കായി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ അതാ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി വെന്ത സേമിയൊക്കെ നമുക്ക് ഈ ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ നല്ല വെന്ത് തന്നെ പായസം പോലെ ഇരിക്കണം. വെന്തിട്ട് വേറെ പൊയ്ക്കണം. വേറെയാലും കുഴപ്പമൊന്നുമില്ല, പായസത്തിനല്ല. അപ്പം ഇന്നിപ്പം ഇത് കൊടുത്തിട്ടാണ്ട് മക്കൾക്ക്. അപ്പോൾ ഇതട്ടാ മിക്സ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ എടുത്തത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ല, ഞാൻ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇംഗ്രിതപ്പണി ചെയ്ത് നോക്കൂട്ടാ. എന്തെങ്കിലുമൊക്കെ ഒരു കടി ആയാൽ മതിയല്ലോ. എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കൂടുതലായാൽ അധികം വെള്ളം പോലെ ആവുമല്ലോ. കുറച്ചൊരു കട്ടിയും വേണം. പക്ഷെ ഇത് ചൂടാറുമ്പോൾ കട്ടി വരും. അങ്ങനെയാണല്ലോ പായസമൊക്കെ ഉണ്ടാവില്ലേ. ഞങ്ങൾ ചൂടാറുമ്പോൾ കട്ടി കുറച്ച് കൂടുതലേ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും പാലാ ചിലപ്പോൾ പാൽപ്പൊടി കലക്കിയിട്ട് അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കില്ലേ. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പോലെ ഉണ്ട്. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ അതിനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ള കടിയായി. ഇതാകുമ്പോൾ പിന്നെ ചായൻ്റെ ആവശ്യമില്ല. ന്യൂ റെസിപ്പി. അപ്പം ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ സേമി പായസം റെഡി ആയിട്ടാ. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. ടേസ്റ്റൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. ഞാനിപ്പോൾ ഇത് ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആദ്യം കുടിച്ചൊക്കെ നോക്കട്ടെ, ചൂടൊക്കെ ആറട്ടെ. അല്ല അപ്പം ഇത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിക്കിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ അത് രണ്ടും ഇല്ല. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പായസത്തിലൊക്കെ പഞ്ചസാര ഇട്ടാൽ പിന്നെ ഒരു വെള്ള കളറായി കണ്ടാണല്ലോ. പക്ഷെ ശർക്കര ഇടുമ്പോൾ വേറൊരു കളറാവും. അപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കം വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അത് ചൂടാറിയപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എനിക്കത്.